ഇരിയ ക്ലായി ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് അടുത്ത വർഷം നടക്കാനിരിക്കുന്ന തെയ്യംകെട്ട് മഹോത്സവത്തിനുള്ള മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു. ഇതിന്റെ ഭാഗമായി നാട്ടുകൂട്ടായ്മയിൽ നെൽകൃഷിക്ക് തുടക്കം കുറിച്ചു. ദേവസ്ഥാനത്ത് ആലോചനാ യോഗവും ചേർന്നു. This news sponsored by Shobhika Weddings, Big Mall, Kanjangad, Kozhikode, Koilandi and Kutyadi. ബാത്തൂർ ശ്രീ ഭഗവതി ക്ഷേത്ര ഘടകത്തിന്റെ പരിധിയിൽ വരുന്നതും മുണ്ടാത്തുകോയ്മയ്ക്ക് കീഴിലുള്ളതുമായ ആരാധനാ കേന്ദ്രമാണ് ഇരിയ ക്ലായിയിലെ ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനം. കാലങ്ങൾ നീണ്ട പ്രയത്നങ്ങൾക്കും പ്രാർത്ഥനകൾക്കും സാഫല്യമേകി 2027 ഇവിടെ തെയ്യംകെട്ട് മഹോത്സവം വന്നെത്തുന്നത്. ഇതിനെ വരവേൽക്കാനുള്ള കാലേക്കൂട്ടിയുള്ള ഒരുക്കത്തിലാണ് ഈ നാട് മുഴുവനും. ഇതിന്റെ ഭാഗമായാണ് മഹോത്സവത്തിലെ കൂവമളക്കൽ ഉൾപ്പെടെയുള്ള ചടങ്ങുകൾക്ക് ആവശ്യമായ നെല്ല് സ്വന്തം നിലയിൽ വിളയിച്ചെടുക്കാനായി കൃഷിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. ദേവസ്ഥാനത്തോട് ചേർന്ന് കിടക്കുന്ന 5 ഏക്കർ വയൽ പ്രദേശം പ്രയോജനപ്പെടുത്തിയാണ് കൃഷി. കാലങ്ങളായി തരിശായി കിടന്നിരുന്ന ഈ വയലുകൾക്ക് വീണ്ടും കതിരുകളുടെ ലോകത്തേക്ക് തിരികെ വരാനുള്ള വഴി കൂടിയാണ് ഇതിലൂടെ ഒരുങ്ങി വരുന്നത്. ഞായറാഴ്ച രാവിലെ ബാത്തൂർ ക്ഷേത്ര ഭാരവാഹികളെയും മുണ്ടാത്ത് കൊയ്മക്കാരെയും കുടുംബാംഗങ്ങളെയും നാട്ടുകാരെയുമെല്ലാം സാക്ഷിയാക്കി കോടമ്പളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി ജയചന്ദ്രൻ ആദ്യ വിത്തിറക്കി കൃഷിക്ക് തുടക്കം കുറിച്ചു. പഞ്ചായത്ത് കൃഷിഭവൻ തന്നെയാണ് ആവശ്യമായ ആദരവിത്ത് ലഭ്യമാക്കിയത്. കുലവന്റെ കടാക്ഷത്താൽ മികച്ച വിളവ് നേടാനാകുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് എല്ലാവരും. ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്തിൻ്റെ വകയായി ഏകദേശം 5 ഏക്കറോളം നെൽകൃഷി നടത്താനാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ എത്തിച്ചേരുന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും വിഷമയമില്ലാത്ത ഭക്ഷണം കൊടുക്കണം എന്നാണ് ഞങ്ങൾ ഉദ്ദേശമുള്ളത്. അതേപോലെ പച്ചക്കറികളും ഞങ്ങൾക്ക് നട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനമുണ്ട്. അതാത് സമയത്ത് വേണ്ടുന്ന തരത്തിൽ തീരുമാനമെടുത്ത് ഈ കമ്മിറ്റി നിർവഹിക്കുന്നതായിരിക്കും. കൃഷികാര്യങ്ങൾ നോക്കാനായി പ്രത്യേക പരിപാലന കമ്മിറ്റിയും രൂപീകരിച്ചിട്ടുണ്ട്. നെല്ല് വിളവെടുത്തതിന് ശേഷം പച്ചക്കറി കൃഷി നടത്താനാണ് തീരുമാനം. വിത്തെറിഞ്ഞ് വയലിൽ നിന്നും കരയേറിയതിനു ശേഷമാണ് ദേവസ്ഥാനം അങ്കണത്തിൽ ഭാവി കാര്യങ്ങൾ ആലോചിക്കാനും ആസൂത്രണം ചെയ്യാനുമായി പ്രത്യേക യോഗം ചേർന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി ജയചന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഒരു ഉപഭോഗ സംസ്കാരത്തിൻ്റെ ഭാഗമായി നമ്മൾ മലയാളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്ഷണം അരിയാഹാരമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷെ അത് ആന്ധ്രയിൽ നിന്നും തെലുങ്കാനയിൽ നിന്നും ഒക്കെ അരി വന്നില്ലെങ്കിൽ കേരളത്തിൽ മലയാളികൾക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഇന്ന് നിലനിൽക്കുകയാണ്. അവിടെയാണ് നമ്മളൊരു തിരിച്ചുപോക്കിലേക്ക്, നമ്മുടെ അന്നം നമ്മുടെ നാട്ടിൽ നിന്ന് ഉണ്ടാക്കണം എന്നൊരു തിരിച്ചുപോക്കിലേക്ക്, ആ ഒരു ബോധ്യത്തിലേക്ക് നമ്മുടെ മലയാളികൾ മാറണമെങ്കിൽ നമ്മുടെ പൗരാണികമായ സംസ്കാരത്തെ തിരിച്ചു കൊണ്ടുവരികയും അത്തരം നെൽവയലുകൾ സംരക്ഷിച്ച് നമ്മുടെ തരിശു ഭൂമികൾ കൃഷിയിടങ്ങളാക്കി മാറ്റി അതിനെ പുതിയ തലമുറക്ക് കൈമാറണമെങ്കിൽ ഇത്തരം മഹോത്സവങ്ങളുടെയൊക്കെ ഭാഗമായി ഒരു കാലഘട്ടം നമുക്ക് തന്നിട്ട് പോയ, നമ്മുടെ മുമ്പേ നടന്നുപോയവർ നമുക്ക് വേണ്ടി കാത്തുസൂക്ഷിച്ച ഇത്തരം ക്ഷേത്രങ്ങളും ദേവസ്ഥാനങ്ങളുമൊക്കെ അതിൻ്റെ തനിമ നിലനിർത്തിക്കൊണ്ട് അത് വീണ്ടും പുതിയ തലമുറക്ക് കൈമാറുന്ന ഏറ്റവും സന്തോഷകരമായ, ഏറ്റവും അഭിമാനകരമായ ഇത്തരം മഹോത്സവങ്ങൾ ഏറ്റെടുക്കുക എന്നുള്ളത് ഒരു നാടിൻ്റെ ഉത്തരവാദിത്തമാണ്. ചടങ്ങിൽ ദേവാലയ സമിതി പ്രസിഡന്റ് കെ നാരായണൻ നായർ അധ്യക്ഷനായി. വാർഡ് മെമ്പറും പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ സന്ധ്യ, 21 വാർഡ് മെമ്പർ ടി കൃഷ്ണൻ മോയോളം, ബാത്തൂർ ഭഗവതി ക്ഷേത്രം പ്രസിഡന്റ് ഇ കെ ഷാജി, ധനശേഖരണ സമിതി പ്രസിഡന്റ് എം മാധവൻ നായർ, ധനശേഖരണ സമിതി സെക്രട്ടറി എ നാരായണൻ നായർ, ധനസംരക്ഷണ സമിതി ട്രഷറർ രവീന്ദ്രൻ ക്ലായി, തറവാട് പ്രതിനിധി ശശിധരൻ കണ്ണൂത്ത്, പുണൂർ അയ്യപ്പക്ഷേത്രം പ്രതിനിധി പി വിജയൻ ഇരിയ, വേങ്ങയിൽ തറവാട് സെക്രട്ടറി വി കുഞ്ഞിക്കണ്ണൻ നായർ, മാതൃസമിതി പ്രസിഡന്റ് സൗമ്യ പവിത്രൻ, മാതൃസമിതി സെക്രട്ടറി സരിത രാമകൃഷ്ണൻ, കോടമ്പളൂർ കൃഷി ഓഫീസർ ഹരിത, കൃഷി അസിസ്റ്റന്റ് പത്മനാഭൻ, കെ വി ഗോപാലൻ ഇരിയ, പുരുഷോത്തമൻ, അംബുജാക്ഷൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ദേവസ്ഥാനം സേവാസമിതി സെക്രട്ടറി ഷിജു പത്തായപ്പുര സ്വാഗതവും ട്രഷറർ പ്രജിത്ത് കണ്ണോത്ത് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പെരിയ.